നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോളിഫ്ലവർ ബജിയ ഉണ്ടാക്കുന്ന വിധമാണ്. ഇത് ഞാൻ അരിഞ്ഞിട്ട് വെള്ളം ചൂടുവെള്ളം പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ചിരുന്നു. അതിന് ശേഷമുള്ളതാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി, കായം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് സാമ്പാർ പൊടി, പിന്നെ കരിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, പിന്നെ എല്ലാ പൊടിയും ഒരുമാതിരി ഇട്ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഇടാമോ അതൊക്കെ പൊടികളിടാം. അപ്പം ഞാനെല്ലാം കൂടെ ഇട്ടൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് ഇന്ന്. എപ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് വേറെ സൈസിലല്ലേ. അപ്പം ഞാനോർത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒപ്പം കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവറും മൈദയും ആണ് ഇതിലൂടെ മെയിനായിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് പൊടികളെല്ലാം, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, സാമ്പാർ പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇത്രയായിട്ട് അങ്ങോട്ട് പുരട്ടി വെച്ചേക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പുഴുവോ വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ എന്നോർത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെയൊക്കെ പാചകം സഹിക്കാൻ മേല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതങ്ങോട്ട് ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ പോരെ. അല്ലാണ്ട് ഇത് ഓരോന്ന് കാണിച്ച് ഓരോ സ്പൂൺ എടുത്തിട്ട് അങ്ങനെ ഇതിന് സ്പൂണൊന്നുമില്ല, അവനവൻ്റെ മനോധർമ്മം അനുസരിച്ച് എത്ര വേണേ അങ്ങനെ ഇടാം. അപ്പം എളുപ്പമായിട്ട് അതൊരു ആൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തനിയെ താമസിക്കുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞു, എൻ്റെ ചേച്ചി ഇതൊന്ന് വീഡിയോ നോക്കി ഉണ്ടാക്കിയാൽ പോരെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വീഡിയോ നോക്കാനായിട്ട് ഇത്ര നേരം കൊണ്ടാണ് ഒരു സ്പൂൺ എടുത്ത് അതൊക്കെ ഇട്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ എളുപ്പ വഴിയിൽ ഇങ്ങനെ പറയാമെന്ന്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പം നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു എണ്ണ ഒഴിച്ചു, ചട്ടി ഒഴിച്ചു, അങ്ങനെ വെച്ച് പിന്നെ തീയാക്കി അങ്ങനെയെല്ലാം പറയണം. എല്ലാവർക്കും അറിയാം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും കാണിക്കണം, പൊരിച്ച് കഴിഞ്ഞിട്ട് തിരുന്ന് നേരമാകുമ്പോൾ കഴിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിത് വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ കുട്ടി പറയാൻ വിട്ടുപോയിരുന്നു കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴയ്ക്കാനായിട്ട്. അപ്പോഴേ ഇതിലൊക്കെ ഇങ്ങനെ ക്ലോട്ടിങ് ആവുള്ളൂ, അതായത് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ഇതുപോലെ കിടക്കും. ഞാൻ കാണിച്ചു കേട്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ അധികം മസാല പിടിക്കില്ല ഇതിനകത്തേക്ക്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. അപ്പം എന്താ ചെയ്യണ്ടേ, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിങ്ങനെ അങ്ങോട്ട് കുഴച്ചേക്കാം. അപ്പോൾ ഞാൻ വറുത്ത് കഴിഞ്ഞു. ഇത് ഞാൻ വെള്ളം ഒഴിക്കാതെ കോളിഫ്ലവർ ഉണ്ടാക്കിയതാണ്, ട്രൈ ചെയ്തത്. അതിന് ഞാൻ തിന്ന് നോക്കി. അപ്പം കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അത്ര വലിയ അതിൽ പുരട്ടി അങ്ങനെ ആ മാവൊന്നും അതൊന്നും ഗ്രേവിയൊന്നും പിടിക്കാതിരിക്കുന്നുണ്ട്. അത്ര വലിയ ടേസ്റ്റ്, കോളിഫ്ലവറിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ. അപ്പം ഇത് കഴിച്ചു നോക്കി കേട്ടോ, ഇതാണ് ഏറ്റവും നല്ലത്. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴച്ച് അതിൻ്റെ ഉള്ളിലാക്കിയില്ലേ, അപ്പോൾ അതിൽ മുക്കിയൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടായപ്പോൾ അതിലെല്ലാം മസാലയും അതും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ടേസ്റ്റ് കൂടുതൽ അറിയും. അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് അങ്ങനെ ആക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉള്ളിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ബജി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെ ആക്കിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതേസമയം ഇതൊന്നും അങ്ങനെ നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ബാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം. ഇത് കുറച്ച് കൂടുതൽ ക്രിസ്പിയൊക്കെ ആട്ടോ, നന്നായിട്ടുണ്ട് ഇത്. അപ്പം അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും. അപ്പം ഞാനിതൊന്ന് കഴിച്ച് കാണിക്കട്ടെ, അതിൻ്റെ ഒച്ചയൊന്ന് കേൾപ്പിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇത് ഞാൻ വെള്ളം ഒഴിക്കാതെ അങ്ങനെ ആക്കിയതാണ്. അത് ഡയറക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല അല്ലേ. ഇതിൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റാണ് മെയിൻ നിൽക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ, കുഴപ്പമില്ല. എന്നാലും ഇതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്.